ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പിണറായിയുടെ വീട്ടിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോൾ 10-25 പേര് അകത്തായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ പാവങ്ങളാണ് എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മന്ത്രി അപ്പൂപ്പനും സംഘം പുറത്തുള്ള ചിത്രങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. എല്ലാം പാവപ്പെട്ട വീട്ടിലെ ആളുകളാണ്. അപ്പോൾ അവിടെ വരുന്നൊരു ചോദ്യമുണ്ട്, ഈ നേതാക്കന്മാർ ഒരു വലിയ സംഘം അവിടെ എത്തിയാൽ ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത് ഇവരെന്തുകൊണ്ട് പ്രതിയാക്കിയില്ല എന്നൊരു ചോദ്യം അവിടെ വരുന്നത്. ഇവരെ പ്രതിയാക്കാൻ പോവുകയാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം. ഇവർ അതായത് ED ഈ കേസിൽ കക്ഷി ചേരുകയാണ്. ഈ കേസിൽ കക്ഷി ചേരുന്നതിനൊപ്പം തന്നെ അത് വളരെ ഗൗരവകരമായ കണ്ടെത്തലുകൾ അവർ നടത്തിയിട്ടുണ്ട്. ED തന്നെ നടത്തി. അവർ ആ റിപ്പോർട്ട് കൂടി കോടതിയിൽ സമർപ്പിക്കും. അപ്പോൾ അവരെ ആക്രമണം നേരിടാനുണ്ടായ സാഹചര്യം, ഈ ED റെയ്ഡിൻ്റെ പശ്ചാത്തലം, അവരെ വളഞ്ഞിട്ട് ആക്രമിക്കാനുണ്ടായ സാഹചര്യം, ഇതിനകത്ത് രാഷ്ട്രീയ ഇടപെടലുകൾ, ഇതെല്ലാം കൂടി മെഡിക്കൽ റിപ്പോർട്ടും കൊണ്ടുവരുമായിരിക്കും. എല്ലാം വരുന്നതോടെ നമ്മുടെ മന്ത്രി അപ്പൂപ്പനും MV ഗോവിന്ദനും അടക്കമുള്ളവർ കേസിൽ പ്രതിയാകും. 200 പേരാണ് നിലവിൽ കേസിൽ പ്രതി. അത് പിണറായി പോലീസ് ആണ് ഇപ്പോഴും ഭരിക്കുന്നതിനാൽ അവർക്ക് ആ താല്പര്യമുള്ള കുറേ പേരെയൊക്കെ ഒഴിവാക്കി കടകംപള്ളി, മേറൂട്ടി എല്ലാവരും ഉണ്ടായിരുന്നല്ലോ, ആരും ചേർത്തിട്ടില്ല, പാവങ്ങളെ മാത്രമാണുള്ളത്. അപ്പോൾ ഇതിനകത്ത് പുതിയ ഡെവലപ്മെൻറ്റ് ഒരുപാട് വരുന്നുണ്ട്. ഇപ്പോൾ ഇതിനെ ചൊല്ലി IPS തലത്തിൽ ഭയങ്കര രൂക്ഷമായ പോര് നടക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തിൻ്റെ കാര്യത്തിൽ. അതായത് ഈ ഇത്രയും വലിയ ഒരു അക്രമാസക്തമായ സംഭവം നേരിടുന്നതിൽ പോലീസ് സേനയ്ക്ക് വലിയ വീഴ്ച പറ്റി. അതെ. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ, നമ്മൾ നേരത്തെ പല ചർച്ചകളിൽ പറഞ്ഞതാണ്, കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മിക്കവാറും UAPA വല്ലതും ചുമത്താനുള്ള സാധ്യത ഉണ്ട്. അത് ആ രീതിയിലാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് മുട്ടയെറിഞ്ഞ മാത്രമല്ല, ഇവർ ആസൂത്രിതമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു പെട്ടെന്നുണ്ടായ പ്രകോപനമല്ല. അത് പറഞ്ഞല്ലോ, ഈ പലരും ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടല്ലോ, ഈ അടിക്കാൻ വന്ന ആളുകൾ. പാർട്ടി പറഞ്ഞു ഞങ്ങൾ അത് പൂർണ്ണമായും നടപ്പിലാക്കിയെന്നാണ്. ഇത് ഈ പിണറായിയുടെ വീട്ടിൽ ഇത് റെയ്ഡ് നടക്കുമ്പോൾ 2 കാരണത്താലാണ് ആക്രമണം നടന്നത്. ഒന്ന്, റെയ്ഡ് ചെയ്യാൻ വരുന്നവരെ ഭയപ്പെടുത്തുക, അല്ലെങ്കിൽ ഈ പിണറായി ദിവ്യനാണെന്ന് വരുത്തുക. ഈ രണ്ടാമത്തെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മാധ്യമങ്ങളുടെ ശ്രദ്ധ ഈ ആക്രമണത്തിലേക്ക് മാറ്റിവിടുക. അകത്ത് വീണാ വിജയനും പിണറായി വിജയനും എത്ര മണിക്കൂറിന് ചോദ്യം ചെയ്യലിന് വിധേയനായി എന്ന്, എത്ര നേരം അവർ അവിടെ നിന്നു, എന്തൊക്കെ അവിടെ സംഭവിച്ചു, ഇതൊന്നും പുറത്തു വരരുത്. മനസ്സിലായില്ലേ? അപ്പം അതിനുവേണ്ടി ഈ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ 2 കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്തത്. അതിന് സാധ്യത കൂടുതലാണ്. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളിലൊക്കെ അവർ വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ നടത്താറുണ്ട്. അത് കേരളത്തിലെ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പറ്റില്ല. ഇത്തരം കുതന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ഈ ശ്രദ്ധ തിരിച്ചുവിടാനും വേറൊരു കാര്യത്തേക്ക് നമുക്ക് തന്നെ കഴിഞ്ഞ മന്ത്രിസഭ കാലത്ത് നമുക്ക് തന്നെ അറിയാമല്ലോ, കഴിഞ്ഞ പിണറായി മന്ത്രിസഭ എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാകുമ്പോൾ അടുത്ത ദിവസം വേറൊന്നും സംഭവിക്കും, ഏതെങ്കിലും സംഭവിപ്പിക്കുക അവർ. പിന്നെ അതിൻ്റെ നമ്മുടെ ശ്രദ്ധ അതായത് അവർക്ക് ആൾട്ടർനേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതായത് എന്തെങ്കിലും ഒരു പ്രമാദമായിരുന്നു. ഇപ്പോൾ ഇത് നേരെ അന്ന് രാവിലെ തൊട്ട് ഒരു വെള്ളം പോലും കുടിക്കാൻ പോകുന്നത്, ഒരു ചെറിയ ബ്രേക്ക് പോലും ഇല്ലാതെ വാർത്താമാധ്യമങ്ങളിൽ പിണറായിയുടെ വീട്ടിലെ റെയ്ഡിൻ്റെ തത്സമയ കമൻട്രിയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇതാ പിണറായിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് ജനശ്രദ്ധ തിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പുറത്തെന്തെങ്കിലും നടക്കണം. അപ്പം പുറത്ത് നടന്നത് എന്താണ്? പുറത്ത് നടന്നത് അവർ കഴിവതും പുറത്ത് കിടന്നുകൊണ്ട് ഇവർ ബഹളം ഉണ്ടാക്കി, കല്ലും കട്ട എറിഞ്ഞു. ഓർക്കുന്നില്ലേ, പിണറായി താമസിക്കുന്ന വാടക വീടിന്റെ വെളിയിൽ നിന്നിട്ട് പോലീസുകാരെ പോലീസിന്റെ ഹെൽമറ്റ് ഊരി അങ്ങോട്ട് യുവമാർ എറിഞ്ഞു. അപ്പോൾ അത് ആസൂത്രിതമായൊരു നീക്കമായി. മാത്രമല്ല, ഈ കാറിന്റെ ഗ്ലാസ്സിലേക്ക് മുട്ടയേറ് നടത്താൻ സാധാരണ കൊള്ളക്കാരായി ചെയ്യുന്നതാണ്. ഹൈവേയിലൊക്കെ പോകുമ്പോൾ മുട്ട എറിഞ്ഞിട്ട് നമ്മളെ വിൻഷീൽഡ് നമ്മൾ അറിയാതെ നമ്മൾ ഓണാക്കുമ്പോൾ അത് ഗ്ലാസ് മുഴുവൻ ഒന്നും കാണാതാവുകയും വണ്ടി തടഞ്ഞു നിർത്തി കൊള്ളയടിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ അതേ രീതി ചമ്പൽ കൊള്ളക്കാർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ ഹൈവേ റോബറി നടത്തുന്നവരൊക്കെ തന്നെ ചെയ്യുന്ന അതേ പരിപാടിയാണ് ഇവിടെ CPM നടപ്പിലാക്കിയത്. അപ്പം ED ഇതിനെയെല്ലാം ഗൗരവമായിട്ട് കണ്ട് അവരതിന് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ നേതാക്കന്മാർ കൂടി ഇതിൽ ഇൻവോൾവ് ആകുന്നത്. നേതാക്കന്മാരെ പിടിക്കണം ഇക്കാര്യത്തിൽ. കാരണം ഈ പിള്ളേരെ, പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ, ഈ കാണിച്ച വീടിനകത്ത് ഉള്ള ആളുകൾ തന്നെയാണ് ഈ ജയിലിലായവരെങ്കിൽ അത് കഷ്ടമാണ്. പക്ഷേ ഈ നേതാക്കന്മാരാണല്ലോ ഇവരെ പിറന്ന് കുത്തിത്തിരിച്ച് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഈ പൊതുമുതൽ നശീകരണം അടക്കമുള്ള വകുപ്പുകളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഗൂഢാലോചന, ക്രിമിനൽ കോൺസ്പിറസി ഉണ്ട്, പിന്നെ വധശ്രമം ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന ആശാന്മാരാരും ഇപ്പോൾ ഉടനെ ഒന്നും ജയിലിൽ നിന്ന് ഇറങ്ങുകയില്ല. വാഹനങ്ങൾ തല്ലി തകർത്തതിൻ്റെ കാശ് കെട്ടി വെക്കേണ്ടി വരും. അങ്ങനെ പലവിധ ഒരുപാട് വിഷയം ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരള പോലീസ് ഒരു സംയമനം പാലിച്ചാണ് മുന്നോട്ട് പോയത്. പക്ഷേ
IBയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം ഇതിനകത്ത് കൃത്യമായിട്ട് ഇടപെടും. സ്വാഭാവികമായി ഇതൊരു ഫെഡറൽ രാജ്യമാണ് നമ്മുടേത്. കേന്ദ്ര സർക്കാരിന് ഇടപെടാം ഇവിടെ നടക്കുന്ന കാര്യങ്ങളിൽ. അതിനുവേണ്ടിയാണ് കേന്ദ്ര സർക്കാരിന് അവർക്ക് ഇന്റലിജൻസ് ബ്യൂറോ സംവിധാനമൊക്കെ ഉള്ളത്. ഇതുപോലെ ഇമാതിരി അക്രമം നടത്തി കേന്ദ്രം നടത്തുന്ന ഒരു റെയ്ഡിനെ തടയാനൊക്കെ ശ്രമിച്ചാൽ അത് ഏത് സംസ്ഥാനത്താണെങ്കിലും കേന്ദ്രം ഇടപെടുക തന്നെ ചെയ്യും. പശ്ചിമ ബംഗാളിൽ നമ്മൾ കണ്ടതാണ്. ഇപ്പം തൃണമൂൽ നേതാക്കന്മാർ ജംഗ്ഷൻ തോറും തല്ലി വെച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡിൽ ഇറങ്ങി നടക്കാൻ വയ്യ. ഇത് BJP കാരെന്ന് പറഞ്ഞാൽ വെറുതെ ആണെന്നാണ് കഴിഞ്ഞ കൽക്കട്ട എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്. നാട്ടുകാർ കൈകാര്യം ചെയ്യണം വരെ, കാരണം അത്രമാത്രം ഒരു ശല്യമായിരുന്നു ഇവിടുത്തേത്. ഈ CPMൻ്റെ ഇവിടുത്തെ അക്രമം അതിനകത്ത് രണ്ട് രീതിയിൽ അതിനെ നമുക്ക് വ്യാഖ്യാനിക്കും. ഇത് നേതാക്കന്മാരെ വെട്ടിലാക്കാൻ വേണ്ടി ബിനീഷ് കോടിയേരി അതിൻ്റെ ടീം നടത്തിയതാണെന്നുള്ള ഒരു ആരോപണം ശക്തമാണ്. പക്ഷേ ആ ആരോപണം ശക്തമാണെങ്കിൽ പോലും നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? അതായത് ബിനീഷ് കോടിയേരിയുടെ ടീമാണ് ഈ ആക്രമണം മുഴുവൻ നടത്തിയത്. ബിനീഷ് കോടിയേരിയുടെ വിശ്വസ്തരായിട്ടുള്ള ആൾക്കാരാണ്. ബിനീഷ് കോടിയേരിയുടെ റൈറ്റ് ഹാൻഡ് എന്നറിയപ്പെടുന്ന ഒരു നേതാവിൻ്റെ നേതൃത്വത്തിലാണ് ഈ ആക്രമണം മുഴുവൻ നടന്നത്. അയാൾ സഹിതം അകത്ത് പോയതിനെ നമ്മളെ അമ്പരപ്പിക്കുന്ന കാര്യം, ഇവരുടെയൊക്കെ ഭാര്യമാരും വീട്ടുകാരും ഒക്കെ വന്നിട്ട് ഇവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുക. ഇപ്പം ഇന്ന് UAPA ചുമത്തുക എന്ന് വിചാരിക്കുക. ഇത് തൂക്കിയെടുക്കുക. ഇവിടുന്ന് NIAയുടെ കയ്യിലേക്ക് NIA വരും, അന്വേഷണത്തിന് വരും. NIA അവന്മാരെ തൂക്കിയെടുത്തുകൊണ്ട് പോയി അവിടെ കൊണ്ട് തിഹാർ ജയിലിലോ അതുപോലെ വേറെ ഏതെങ്കിലും ജയിലിൽ കൊണ്ടടയ്ക്കും. ഈ പശ്ചിമ ബംഗാളിൽ ഇതുപോലെ ED ആക്രമിച്ച ഖാൻ ഷാജഹാൻ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. 2.5 വർഷം കണ്ട് അയാൾ ജയിലിലായിട്ട്. എത്രയോ തവണ കൽക്കട്ട ഹൈക്കോടതിയിൽ മൂവ് ചെയ്ത് അയാൾക്ക് ജാമ്യാപേക്ഷ നടന്നിട്ടില്ല. അതാണ്. മാത്രമല്ല കോടതി ഇക്കാര്യത്തിൽ, നമ്മുടെ കേരളത്തിലെ കോടതിയാണെങ്കിലും കോടതി ഇക്കാര്യത്തിൽ രൂക്ഷമായ വിമർശനം നടത്തി. കോടതി പറഞ്ഞത് ജനങ്ങൾ കണ്ട കാര്യമല്ലേ എന്ന് വെച്ചാൽ നടത്തുന്ന ആക്രമണങ്ങൾ. കോടതി രൂക്ഷമായ വിമർശനം നടത്തി. ഒരു അതിശക്തമായിട്ടുള്ള തെളിവുകളാണ് ഇവർക്കെതിരെയുള്ളത്. ഡിജിറ്റൽ തെളിവുകൾ മൊത്തം ഇവർ ശേഖരിച്ചു കഴിഞ്ഞു. ED അത് മുഴുവൻ ശേഖരിച്ചു കഴിഞ്ഞു. അത് കേന്ദ്ര സർക്കാരിന് കൈമാറും. CBI ആയിരിക്കില്ല വരിക, NIA തന്നെ ആയിരിക്കും ഒരുപക്ഷെ എത്തുക. അല്ല, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, വർഷങ്ങൾക്ക് മുമ്പ് ഓർമ്മയുണ്ടായിരിക്കും, ഈ TN ശേഷൻ ഇലക്ഷൻ കമ്മീഷൻ ആകുന്ന സമയത്ത് അദ്ദേഹം ജയലളിതയ്ക്കെതിരെ ചില നിലപാടുകൾ സ്വീകരിച്ചിരുന്നു. ജയലളിത അവിടെ കാണിച്ച ജനാധിപത്യം അല്ലല്ലോ. അതുകൊണ്ട് തന്നെ TN ശേഷൻ എയർപോർട്ടിൽ എത്തിയപ്പോൾ തടയാൻ DMK-ക്കാരെ വിട്ടിരുന്നു, ADMK-ക്കാരെ വിട്ടിരുന്നു. അപ്പോൾ ADMK-ക്കാരെ എയർപോർട്ടിൽ ചെന്ന് പിന്നെ TN ശേഷൻ ഇവിടെ ഇറങ്ങാൻ അനുവദിക്കില്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷേ TN ശേഷൻ ആൾ ബുദ്ധിമാനാണല്ലോ. അദ്ദേഹം ഒരു കേന്ദ്രസേന അവിടെ കൂടെ ഉണ്ടായി തോക്കും കൊണ്ട് അവരുടെ ആമ്പുഴയോട് കൂടി അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ആരും തടഞ്ഞില്ല. അദ്ദേഹം നേരെ എന്ന് അവിടുത്തെ ഒരു വലിയ ഹോട്ടലിൽ താമസിച്ചു. ബൊമ്മ ഹോട്ടൽ, 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ച് ഇവരെല്ലാവരും അവിടെ തന്നെ ഉണ്ട്. ഈ കേന്ദ്രസേന അവിടെയുണ്ട്. ശേഷൻ വന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണോ അതെല്ലാം അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കി അദ്ദേഹം മടങ്ങിപ്പോയി ഡൽഹിക്ക്. കാരണം തൊട്ട് പിന്നാലെ ഈ ADMK-ക്കാർ വന്ന് ഈ ഹോട്ടൽ അടിച്ചു പൊളിച്ചു. ഹോട്ടലിൻ്റെ ഒന്നാമത്തെ നില റിസപ്ഷൻ ഉൾപ്പെടെയുള്ള ആ മൊത്തം അടിച്ചങ്ങ് നിരപ്പാക്കി വരും. ഇയാളവിടെ താമസിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് താമസിക്കാൻ മുറി കൊടുത്തു അതിനെ അടിച്ച് നിരപ്പാക്കി. പക്ഷേ അന്ന് സംഭവിച്ചത് ഈ ഹോട്ടലിൻ്റെ മാനേജ്മെൻറ്റും ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞു. അന്നത്തെ കാലത്ത് 60-70 ലക്ഷം രൂപ നഷ്ടം ഉണ്ടായിരുന്നു ഈ ഹോട്ടലിൻ്റെ ഈ ഫ്രണ്ട് അടിച്ച് തകർത്തതിന്. അവർക്ക് പരാതി ഇല്ല എന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ അങ്ങോട്ട് പ്രൊസീഡ് ചെയ്തില്ല. പക്ഷേ ഇവിടെ അതല്ല, EDക്ക് പരാതി ഉണ്ട്, അവർ കക്ഷി ചേരുകയാണെങ്കിൽ സംഗതി വശക്കണം. അതാണ് ED കക്ഷി ചേരുന്നോടെ. അപ്പോൾ ഇതിനകത്ത് പോലീസിന്റെ ഭാഗത്ത് വന്ന വീഴ്ച, അതാണ് EDയുടെ IB ഇന്റലിജൻസ് ബ്യൂറോ, കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് അതാണ്. അതായത് സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥലത്തില്ലായിരുന്നു. അതെ, അദ്ദേഹം വേറെ ആർക്കും ചാർജ് കൊടുത്തില്ല. ദക്ഷിണ മേഖല IG അയാൾ സ്ഥലത്ത് വന്നില്ല. DIG വരുന്നത് ADGP വന്നതിന് ശേഷം. ഈ ADGP വന്നിട്ട് കാലും കൈയും പിടിച്ചതല്ലാതെ കാര്യമായ ആക്ഷൻ ഒന്നും ഉണ്ടായി. ADGPയും അന്ന് അവിടെ ഉണ്ടാകുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ വളരെ ദയനീയമായിട്ടാണ് സംസാരിക്കുന്നത്. അതെ, അപ്പോൾ ഇവർ തമ്പുരാക്കന്മാരും അവർ അടിയാളരും എന്നുള്ള രീതിയിൽ ഒന്ന് വിട്ടുതരുമോ എന്നൊക്കെ ചോദിക്കുന്നത്. കാരണം പ്രതികളെ ഏരിയ കമ്മിറ്റി കേസ് ഓഫീസിൽ കയറ്റി ഒളിപ്പിച്ചിട്ട് അവിടെ റെയ്ഡ് ചെയ്യാനുള്ള സംവിധാനം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. കൂടുതൽ ഫോഴ്സിനെ വരുത്തിയില്ല. അപ്പം ഇവരുടെ ബാലിശമായ വാദം എന്താ, ഞങ്ങൾക്ക് ഇത് തന്നിട്ടില്ല, അറിയിപ്പ് തന്നിട്ടില്ല. ഇത് നമ്മളിപ്പോൾ ഓർക്കേണ്ട ഒരാളുണ്ട്. തിരുവനന്തപുരത്ത് അസിസ്റ്റൻറ്റ് കമ്മീഷണറായിരുന്ന ശ്രീ മുകുന്ദൻ ഒരാളുണ്ടായിരുന്നു. മുകുന്ദൻ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ഒരു 6 അടി കൂടുതൽ പൊക്കവും ഒത്ത സൈസുള്ള ഒരാളാണ്. വളരെ ബോൾഡായ തൻ്റെ അടിയ ഒരു ഉദ്യോഗസ്ഥനാണ്. അത് സർവീസിൽ ഇരുന്നപ്പോൾ അദ്ദേഹം അന്തരിച്ചിരുന്നു. അദ്ദേഹത്തെ കണ്ടാൽ നമ്മളൊന്ന് നോക്കും ആരാണെന്നുള്ളത്. AK സെൻറ്ററിൽ പണ്ട് AK സെൻറ്ററിൽ നിന്നും പോലീസിൻ്റെയൊക്കെ ശക്തമായ കല്ലേറുണ്ടായി. വർഷങ്ങൾക്ക് മുമ്പ് ആണ് കോൺഗ്രസ് ഭരിക്കുന്നത്. AK സെൻറ്ററിനെ വെടിവെച്ചു പോലീസ്, വെടിവെച്ചു, ജനലിൽ കൊണ്ടു. പക്ഷേ ആ മുകുന്ദൻ്റെയൊക്കെ നേരത്തിലായിരുന്നു തോന്നുന്നു അന്ന് ഈ പോലീസ് ശക്തമായ നടപടി സ്വീകരിച്ചത്. അതുകൊണ്ട് എന്ത് പറ്റി, കല്ലേറിൽ നിന്ന് എല്ലാ പ്രശ്നവും അവസാനിച്ചു. ആ ആംബിയറുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ആദ്യമായിട്ട് ഈ ചൈത്ര തെരേസ ജോൺ കയറി റെയ്ഡ് ചെയ്ത് ഏരിയ കമ്മിറ്റി ഓഫീസിൽ കയറി റെയ്ഡ് ചെയ്ത് പ്രതികളെ പിടിച്ചു. അത് ഈ
മെഡിക്കൽ കോളേജിൽ എവിടെ ആയിരുന്നു സംഭവം? ഇവിടുത്തെ ഈ തിരുവനന്തപുരം സിറ്റിക്കകത്ത് തന്നെയാണ്, അതെ അതെ അതെ. സിറ്റിക്കകത്ത് തന്നെയാണ് ചെയ്തത്. അപ്പം അത് അവരൊരു ലേഡി ഓഫീസറാണ്. അവർക്കുള്ളതിൻ്റെ പകുതി ധൈര്യം ഇവിടുത്തെ ADGP പോലും ഇല്ല എന്നുള്ളതാണ് കഷ്ടം. ഇത് അന്നേരം തന്നെ ഇവർ ശക്തമായ നടപടി പാർട്ടി ഓഫീസിന് നേരെ അവിടെ കയറി ഇവന്മാരെ തൂക്കിയിരുന്നെങ്കിൽ പോലീസിനൊരു വില. നമ്മൾ ഈ പറയുന്ന ഈ നിമിഷം പോലും പിണറായി പോലീസ് തന്നെയാണ് കേരളത്തിലുള്ളത്. അതെ, അത് നമ്മൾ ഓർക്കുക. ഈ 10 വർഷം ഇവർക്ക് ഈ നേതാക്കന്മാർക്ക് മുന്നിൽ വിധേയരായിട്ട് നിന്ന ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക്, ഉന്നതന്മാർക്ക്, ഈ നേതാക്കന്മാർക്കാണ് മുട്ടുകൂട്ടിയിടിക്കും. അതെ, അങ്ങനെയല്ല ഞങ്ങളിപ്പോൾ കയറുമെന്ന് പറയാൻ പറ്റും. ഇത്ര നേരം സാറെന്ന് വിളിച്ച് നിന്ന ഒരാളിനെ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് അങ്ങോട്ട് മാറിയില്ലടാന്ന് പറയാൻ പറ്റില്ല. എന്തായാലും വീണമോള് പട്ടുപത്തയിൽ ശയിക്കും. വീണമോൾക്ക് വേണ്ടി പുക്കാറും പുകിലും അടിയും ഇടിയും ഉണ്ടാക്കാൻ പോയ ആശാന്മാർ എല്ലാം മിക്കവാറും തീഹാർ വരെ പോകേണ്ടി വരുന്ന ലക്ഷണമാണ് കാണുന്നത്. തീഹാർ ജയിലിൽ പോകുമ്പോൾ അവർക്ക് കൂട്ടിന് ആളുണ്ട്. അവിടെ നമ്മുടെ പോപ്പുലർ ഫ്രണ്ടുകാരെ ഇവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ കിടപ്പുണ്ട്. മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം, എല്ലാവരും കൂടെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കുക, തമാശയൊക്കെ പറഞ്ഞ് നിങ്ങൾ എത്ര ബോംബുണ്ടാക്കി, ഞങ്ങൾ എത്ര ബോംബുണ്ടാക്കി എന്നതിൻ്റെ കണക്കും ബോംബുകൾ നിർമ്മിക്കുന്ന രീതിയും ഒക്കെ പറഞ്ഞ് സംസാരിച്ച് അവിടെ ഇരിക്കാം.